മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഇതിപ്പോൾ എന്താണ്? ഇതാണ് തൗറാത്ത്. മാഷാ അല്ലാ. അപ്പോൾ തൗറാത്ത് ഇങ്ങനെയാണ് അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്. അൽ ഇസ്കന്ദരിയ എന്ന അറബിയിൽ പറയുന്ന ഈ ഒരു പട്ടണം നിർമ്മിച്ചത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണത്രേ. മഹാനായ സഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി തലസ്ഥാനം കൈറോയിലേക്ക് മാറ്റുന്നതുവരെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു അലക്സാണ്ട്രിയ ആയിരുന്നു. മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഈ ഒരു പട്ടണം ഏകദേശം 32 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു വലിയ പട്ടണമാണ്. നമുക്ക് ഡൽഹി, മുംബൈ എന്ന് പറയുന്ന പോലെ, ഡൽഹിയാണ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ മുംബൈയിലാണല്ലോ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ കെയ്റോ ആണ് തലസ്ഥാനം എന്നുണ്ടെങ്കിലും ഈജിപ്തിൻ്റെ പ്രധാന കയറ്റുമതിയും ഇറക്കുമതിയും അങ്ങനെയുള്ള ഏകദേശം ഒരു 75% കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു അലക്സാണ്ട്രിയയിലാണെന്ന് പറയാറുണ്ട്. മനോഹരമായൊരു കടൽ തീരം, ബീച്ച്, അതേപോലെ തന്നെ കായ്ത്തബായ് കോട്ട, അലക്സാണ്ട്രിയ ലൈബ്രറി, ബുസൂരി ഇമാമിൻ്റെയും അതേപോലെ അബുൽ അബ്ബാസ് മുർസി തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ മക്ബറ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പട്ടണമാണ്. അലക്സാണ്ട്രിയയിലെത്തി ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ മക്ബറയും പള്ളിയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹിനെ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്നുള്ളത്. കാരണം അവരുടെ ബുർദ, അതിൽ ആദ്യ വരികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലാണ്. പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖബർ ഷരീഫും അതേപോലെ വീടുകൾക്കുള്ള ഒരു ഹുജ്റത്ത് ഷരീഫ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇരുമ്പിൻ്റെ മറുണ്ട്. അതിലേക്ക് കയറുന്ന ഒരു ഗേറ്റ് ഉണ്ട്, ഒരു വാതിലുണ്ട്, ബാബു ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാതിൽ. അതിൻ്റെ ഒരു പൂട്ടുണ്ട്. ആ പൂട്ടിൻ്റെ മുകളിലാണ് ഞാൻ ആദ്യമായിട്ട് ബുർദയുടെ വരികൾ കണ്ടത്. ആ പൂട്ടിൻ്റെ ഒരു ഭാഗത്ത് എഴുതിയത് ഹുവൽ ഹബീബുല്ലദീ തുർജാ ഷഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി എന്ന് പറയുന്ന വരികളായിരുന്നു. അത് എഴുതിയ ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഖബറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ചരിത്രവും അദ്ദേഹം ആ ഒരു ബുർദയും അതുപോലുള്ള മറ്റ് കവിതകളൊക്കെ എഴുതാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സിയാറത്തുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ അലക്സാണ്ട്രിയയിലെ പ്രസിദ്ധമായ അലക്സാണ്ട്രിയ ലൈബ്രറി കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. 150 ഈജിപ്ഷ്യൻ പൗണ്ടാണ്, ഏകദേശം നാട്ടിലെ ഒരു 255 രൂപയോളം വരും എൻട്രി ഫീ. ഏകദേശം 1 കോടിയോളം പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള ലൈബ്രറിയാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. കാരണം അലക്സാണ്ട്രിയ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത്, പുരാതന കാലത്ത് ലോകത്തെ ഏറ്റവും വലുതും അത്രയും ബുക്കുകളും കാര്യങ്ങളുള്ള അത്രയും പ്രധാനപ്പെട്ട ലൈബ്രറി ഉണ്ടായിരുന്നു ഈജിപ്തിൽ. പക്ഷെ അതല്ല ഇത്. അത് ഓൾറെഡി കത്തി നശിക്കുകയും ഒരുപാട് യുദ്ധങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് നാമാവശേഷമാവും, ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളത്. പിന്നീട് അതിൻ്റെ ഓർമ്മക്കായിട്ട് ഏകദേശം ആ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ലൈബ്രറിയിൽ അതേ സ്ഥലത്ത് തന്നെ പിന്നീട് ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റും ലോകത്തിലുള്ള പല ആളുകളും പല രാജ്യങ്ങളും മറ്റുമൊക്കെ സഹായിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ലൈബ്രറിയാണ്. അതേ പേരും ഏകദേശം അതുണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ആധുനിക ലൈബ്രറിയാണ് ഈ കാണുന്നത്. ഏകദേശം 1989 ജോലി ആരംഭിക്കുകയും 2001 ഉദ്ഘാടനം ചെയ്യണമെന്ന് കരുതി. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണവും കാര്യങ്ങളുമായിട്ട് കഴിയാതിരിക്കുകയും 2002 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ലൈബ്രറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ചെയർ ഉണ്ട് കേട്ടോ. അതായത് ഒരു ബുക്ക് തുറന്നു വെക്കുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലൈബ്രറിയുടെ അകത്ത് പുസ്തകങ്ങൾ മാത്രമല്ല, ഇതേപോലെ അച്ചടിക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാലഘട്ടങ്ങൾ, ആദ്യകാലത്തുണ്ടായിരുന്നത്, അതിന് ശേഷം വന്നിട്ടുള്ളത്, അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള അച്ചടിക്കും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളുടെ ഒരു രൂപങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഈ ലൈബ്രറിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈജിപ്ത് പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു സംഭവമുണ്ട്. കഅബയുടെയും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും ഒക്കെ മുകളിലിടുന്ന വിരിപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു ഖില്ലകൾ, കിസ്വ എന്നൊക്കെ പറയുന്ന സംഭവം പഴയ കാലത്ത് അത് ഈജിപ്തിൽ നിന്നായിരുന്നു. കാരണം നമുക്കറിയാം ഈജിപ്ത് കേന്ദ്രമാക്കിയിട്ടായിരുന്നു പലപ്പോഴും ഹിജാസ്, മക്കയും മദീനയൊക്കെ ഭരിച്ചിരുന്നതും അവിടേക്കുള്ള സഹായങ്ങൾ എത്തിച്ചിരുന്നതും ഈജിപ്ഷ്യൻ ഭരണാധികാരികളായിരുന്നു. അത് മമാലിക്കുകളാവട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന് അതിന് മുമ്പുള്ള ശേഷമുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പം അന്ന് മഹ്മൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതായത് പഴയ കാലത്ത് ഈജിപ്തിൽ നിന്ന് ഈ കിസ്വകളൊക്കെ മക്കയിലേക്ക് കൊടുത്തേക്ക് ഹാജിമാരെ കൂടെയാണ്. ഹജ്ജിന് പോകുന്ന ഈജിപ്ഷ്യൻസ് എന്ത് ചെയ്യും, വലിയ ജാഥയായിട്ട് വലിയ ആഘോഷമായിട്ട് എന്ത് ചെയ്യും, പട്ടിലുണ്ടാക്കിയിട്ടുള്ള ഈ കിസ്വകൾ കൊടുത്തേക്കും. അങ്ങനെയാണ് കിസ്വ മാറ്റുണ്ടായത്. പിന്നെ ഇപ്പോൾ ആധുനിക സൗദി അറേബ്യയ്ക്ക് മാറ്റുന്നു. അപ്പം അന്ന് ഈജിപ്തിൽ നിന്ന് കൊടുത്തയച്ചിരുന്ന കിസ്വയാണ് ഈ കാണുന്നതൊക്കെ. ഇത്തരം ആളുകൾ വരുന്ന പലയിടങ്ങളിലും ആ ഒരു സംഭവം വെക്കാറുണ്ട് കേട്ടോ. കാരണം അത് ഒരു അഭിമാനത്തോടു കൂടി ഒരു കാലത്ത് ഞങ്ങളായിരുന്നു കഅബ പുതപ്പിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും ഈജിപ്തിൽ നിന്നായിരുന്നു പഴയ കാലത്ത് അത് പോയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ പഴയ കാലത്തുള്ള, ഇപ്പോൾ ദലായിലുൽ ഖൈറാത്തിൻ്റെ ഒരുപാട് കോപ്പികളൊക്കെ ഈ കയ്യെഴുത്ത് പ്രതികളായിട്ടുള്ള അന്നത്തെ കാലത്തെ ഡിസൈനും കാര്യങ്ങളും കൈകൊണ്ട് വരച്ചിട്ടുള്ള, പിന്നെ അതുപോലെ വളരെ റെയറായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഈ ഒരു ലൈബ്രറിയിലുണ്ട്. അതുപോലെ തന്നെ ഇത് ബുർദ അൽ കവാക്കിബ് ദുർരിയ ഫി മദ്ഹ് ഖൈറുൽ ബരിയ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ആ ഒരു ഇത്, അത് കയ്യെഴുത്ത് പ്രതിയാണ് കേട്ടോ. ഇതൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ. അതുപോലെ തന്നെ ഷിഫ ഫി താരിഫ് ഹുഖൂഖുൽ മുസ്തഫ, നമ്മളെ മഹാനായ ഖാദി അയ്യാദ് റഹ്മത്തുള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ
ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഷിഫ. അതുപോലെ തന്നെ നിഹായത്തുൽ മുഹ്താജ് ഇലാ ശറഹുൽ മിൻഹാജ് റംലി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ കിതാബ്. അതുപോലെ തന്നെ ഇതേതാണ് അൽ മസാഇൽ വൽ അജൂബ മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിൻ്റെ, അതൊക്കെ കയ്യെഴുത്ത് പ്രതികളാണ് കേട്ടോ. ഞാനിത് സ്പെഷ്യലായിട്ട് ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ മാത്രമാണല്ലോ പതിവ് കാണിക്കുന്നത്. അതല്ലാതെയും ഒരുപാട് കിതാബുകളുണ്ട്. ഇപ്പോൾ ഇതുപോലെ വില്യം ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ് അത്ര ഈ സംഭവം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബൈബിൾ കോപ്പികൾ, അതിൻ്റെ ഒരു കാരണം ഇഞ്ചീൽ, തൗറാത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇഞ്ചീലിൻ്റെ ഇങ്ങനത്തെ ഒരു കോപ്പി കാണുന്നതുകൊണ്ട്, അറബിയിലൊക്കെ എഴുതിയിട്ടുള്ള, അറബി തന്നെയാണെന്ന് തോന്നുന്നു ഭാഷ, അതിൽ എഴുതിയിട്ടുള്ള ഇഞ്ചീൽ. പിന്നെ അതുപോലെ നോർമലി എല്ലായിടത്തും ഈജിപ്തിലെല്ലായിടത്തും കാണുന്നത് പോലെ മമ്മി ഡമ്മികൾ, അതുപോലെ തന്നെ വലിയൊരു ടി വി വെച്ചിട്ട് പഴയ കാലത്ത് ഈ മഹ്മൽ എന്ന് പറയുന്നതിൽ കാബയുടെയും റസൂലുള്ളാഹിന്റെ ആ ഒരു ഖബർ ഷരീഫിൻ്റെ മുകളിലിടുന്ന ആ ഒരു ഇതിൻ്റെയൊക്കെ അതെങ്ങനെയായിരുന്നു ഈജിപ്തിൽ എങ്ങനെയായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു അത് ഈജിപ്തിൽ നിന്ന് ഹിജാസിലേക്ക്, മക്കയിലെ മദീനയിലേക്ക് അയച്ചിരുന്നത് തുടങ്ങി. കാരണം ഇത് ആദ്യം ഉണ്ടാക്കും, എന്നിട്ട് എന്തിന് ഈജിപ്തിലെ എല്ലാ പട്ടണങ്ങളോട് ഇത് രാജാവിൻ്റെ കൽപ്പന പ്രകാരം പട്ടാളക്കാർ അത് കൊണ്ടുപോയിട്ട് എല്ലാവരും ബർക്കത്തെടുക്കും. അതിൻ്റെ ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുക, മക്കയിലേക്കും മദീനയിലും അയക്കുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന മഹ്മലാണ് ഈ കാണുന്നത്, അതിൻ്റെ ഒറിജിനൽ സാധനമാണ് നേരത്തെ കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാബയിൽ പഴയകാലത്ത് വെച്ചിരുന്ന അതിൻ്റെ പട്ടിൽ എഴുതിയിട്ടുള്ള അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് പലപ്പോഴും മാറ്റുന്ന കിസ്വകൾ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതിൻ്റെ ഓരോ ഭാഗങ്ങളും മുറിച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേ അത് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. കാരണം ഈ ഒരു മ്യൂസിയം പൂർണ്ണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ 1-2 ദിവസം എടുക്കും. കാരണം അത്രയും വിശാലമായ, അത്രയും ഒരുപാട് സെക്ഷനുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗംഭീരമായിട്ട് ലൈബ്രറിയാണ്. നമുക്ക് കുറച്ച് സമയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പെട്ടെന്ന് പോയി കണ്ടു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു എന്ന് മാത്രം. ഇത് പൂർണ്ണമായി കാണണമെങ്കിലും പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണണമെങ്കിൽ 1-2 ദിവസമൊക്കെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു യാത്രയിൽ ഇത് പൂർണ്ണമായിട്ട് ഇതിനായിട്ടൊരു ദിവസം മാറ്റി വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പുരാതന ശൈലിയിൽ ഓരോ ഭാഷയിലും മറ്റൊക്കെ ഉള്ള ഗംഭീരമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഈ ഒരു ലൈബ്രറിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.